സാധാരണ തൊഴിൽ തർക്കങ്ങൾ ഒരു ഓഫീസിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. പല 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 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ കുറ്റം പറയും, അവരെ ജോലിയിൽ കയറി ഇടപെടാൻ നോക്കും, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചുമ്മാ കമൻസ് പറയും. ഇത് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഒരു തൊഴിൽ മേഖലയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് പറയുന്നത്. ഒരു കൃഷിക്കാരന് 2 മൃഗങ്ങളുണ്ടായിരുന്നു, വളർത്തു മൃഗങ്ങൾ. അതിലൊരു കഴുതയും ഒരു പട്ടിയുമായിരുന്നു. പട്ടിയുടെ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് ഉറക്കം കുറവാണ്. ഒരിടത്ത് ചുമ്മാ ഇരിക്കത്തില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കിടന്നുറങ്ങും. ആ ഉറക്കം നടിക്കുന്ന പോലെ തോന്നും, പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവമാണ്. അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് പട്ടിയെ പോലെ ഉറങ്ങണം എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഒരു കഴുത, അത് 3 നേരവും പണിയെടുത്തുകൊണ്ടേയിരിക്കും. അതിന് കഷ്ടപ്പെട്ടിട്ട് അത് പണിയെടുക്കും. അതിൻ്റെ വേലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കിലോ അല്ല, ടണ്ണ് കണക്കിന് സാധനങ്ങൾ ഇങ്ങനെ ഭാരവാഹിയായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കും. അങ്ങനെ 2 പേരും 2 രീതിയിലുള്ള തൊഴിലാണ് ആ കൃഷിക്കാരന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇവർ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഇവർ 2 പേരും കൂടെ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. താൻ എന്തൊരു സുഖമുള്ള ജീവിതമാണ് നയിക്കുന്നത് എന്ന് കഴുത പറഞ്ഞു. ദിവസം മുഴുവനും ഇവിടെ തന്നെ ഇരിക്കുക, രാത്രി വല്ലപ്പോഴൊക്കെ എഴുന്നേറ്റ് നോക്കിയാൽ മതി, എപ്പോഴും ഇവിടെ കള്ളന്മാരൊന്നും വരാറില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന ആഹാരം നന്നായിട്ട് കഴിക്കുക, കിടന്നുറങ്ങുക, അല്ലാണ്ട് തനിക്ക് വേറെ ഒരു പണിയില്ലല്ലോ. ഞാൻ നോക്കുക എന്തൊക്കെ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഒരു ദിവസമെങ്കിലും താൻ എൻ്റെ പണി ചെയ്യൂ, അല്ലെങ്കിൽ തൻ്റെ പണി ഞാൻ ചെയ്യാം, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പട്ടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അതൊന്നും വേണ്ട, തൻ്റെ പണി താൻ ചെയ്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. എൻ്റെ പണി തനിക്ക് പറഞ്ഞാലത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, അത്രയ്ക്ക് കഠിനമാണ്. കാരണം താൻ തൻ്റെ പണി കഴിഞ്ഞ് വന്ന് ആഹാരം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. ആ പിറ്റേന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ മാത്രം പോയാൽ മതി. എൻ്റെ ഗതികേട് അതല്ല, ദിവസം മുഴുവനും അലച്ചിലാണ്. വല്ലപ്പോഴും ഒരു ആഹാരം തരും, പിന്നെ കിടന്നു കഴിഞ്ഞാൽ മാന്യമായിട്ടൊരു സ്ഥലത്ത് കിടക്കാൻ സമ്മതിക്കില്ല, അപ്പോൾ തന്നെ വിളിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും അപരിചിതർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കും. രാത്രിയും പകലും ഞാൻ ഇവർക്ക് വേണ്ടി കാവൽ നിൽക്കും, കള്ളന്മാർ വരാതെ നോക്കും. ഇതൊക്കെ വലിയ പണിയാണോ എന്ന് കഴുത ചോദിച്ചു. തൻ്റെ ഒരു ദിവസത്തെ പണി ഞാൻ നോക്കാം, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കഴുത ഒരു ദിവസം ഇയാളുടെ പണിയെടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് കൂടുതൽ ആ മുതലാളിയായിട്ട് കൃഷിക്കാരനായിട്ട് കൂടുതൽ അടുക്കാനും സ്നേഹം പിടിച്ചു പറ്റാനും സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി ഇത് ഉറക്കം ഇല്ലാതെ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. നോക്കിയപ്പോൾ പട്ടി അവിടെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് മതിലിൻ്റെ ഭാഗത്ത് ഒരു കള്ളൻ കയറുന്ന പോലെ കഴുതയ്ക്ക് തോന്നി. എന്നാലും കഴുത അത് ശ്രദ്ധിച്ചിട്ട് പതുക്കെ പോയിട്ട് പട്ടിയോട് പറഞ്ഞു, അതേ മുതലാളിയുടെ വീട്ടിൽ ഒരു കള്ളൻ വരുന്നുണ്ട്, അയാൾ മതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പട്ടി പറഞ്ഞു, താൻ തന്നെ പണി നോക്ക്. ഞാൻ കണ്ടു, അയാൾ വരുന്നതും കണ്ടു, അയാൾ എന്താ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാനത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, താൻ വാച്ച് ചെയ്ത് താൻ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണെന്ന് ഞാൻ കണ്ടു. ഇല്ല, ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സമയമാകുമ്പോൾ എൻ്റെ മുതലാളിയെ അറിയിച്ചോളാം. താനത് ചെയ്യുന്നത് തെറ്റാണ്, തൻ്റെ പറയുന്ന ജോലി താൻ ചെയ്യൂ, നീതി പുലർത്തുന്നില്ല. രാത്രിയാണെങ്കിൽ ഞാൻ ഉറക്കം ഇല്ലാതെ ഉറക്കം ഒഴിച്ച് ഞാൻ നിൽക്കുന്നുണ്ട്, കാവൽ നിൽക്കുകയാണ് എൻ്റെ മുതലാളിയെ രക്ഷിക്കാനായിട്ട്. പട്ടിയായിട്ട് താനൊന്നും ചെയ്യുന്നില്ലല്ലോ. വീണ്ടും അവർ തമ്മിൽ തർക്കമായിട്ട് കള്ളൻ പറമ്പിനകത്ത് കയറി. പറമ്പിനകത്ത് കയറിയതും കഴുത അപാരമായ ശബ്ദത്തിൽ മുതലാളിയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് കള്ളനെ വന്നെന്ന് അറിയിക്കാനായിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു ഒച്ചയായിരുന്നു, ബഹളമായിരുന്നു. ഇത് കേട്ട് കൃഷിക്കാരനും കുടുംബവും എഴുന്നേൽക്കുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഇയാൾ കിടന്ന് കുരയ്ക്കുകയാണ്, ഈ ബഹളം ഉണ്ടാക്കുകയാണ് ഈ കഴുത. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെ അതിനെ പൊതിരെ തല്ലി ഒരിടത്ത് കൂട്ടിയിട്ടു. അപ്പോൾ പട്ടിയെ സംബന്ധിച്ചിട്ട് പട്ടി ഇതൊക്കെ കണ്ട് ഒന്നും അറിയാത്ത മാതിരി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കാരണം പട്ടി സൈറൻ കൊടുത്താൽ മാത്രമേ ആ കൃഷിക്കാരൻ അറിയൂ അവിടെ കള്ളൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. കഴുതയ്ക്ക് ആ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്യാത്ത പണി ചെയ്തിട്ട് അടി കിട്ടുകയും ചെയ്തു, അപമാനിതനാവുകയും ചെയ്തു. പിന്നെ
ശരീരം മുഴുവനും പൊള്ളലേക്കുന്ന രീതിയിലുള്ള അടിയും കിട്ടി. അപ്പോൾ ആ ജോലി ചെയ്യാത്തതിൻ്റെ ഒരു അർഹത ഇല്ലാത്തതിൻ്റെയും എല്ലാം അതിന് കിട്ടുകയും ചെയ്തു. പട്ടിക്കോ ഇതെല്ലാം ഓർത്ത് അത് ചിരിക്കാനും തുടങ്ങി. ഇങ്ങനെ അവനവനെ ഏൽപ്പിച്ച പണി ചെയ്യാതെ വല്ലവൻ്റെയും പണി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഞങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള പണി മാത്രം ചെയ്യുക, ഞങ്ങൾക്ക് അർഹിക്കുന്ന പണികൾ മാത്രം ചെയ്യുക. ആ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മാന്യതയും കിട്ടും.